5-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ 5-ാം അധ്യായത്തില് ഇതിന്റെ തുടർമാനമായിട്ടുള്ള ഒരു വലിയ സംഭവമാണ് നമ്മൾ ഈ 5-ാം അധ്യായത്തില് കാണുന്നത്. 5-ാം അധ്യായത്തില് ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു വലിയ പ്രവൃത്തി ഇവിടെ നമ്മൾ കാണുക. കാരണം 47 വാക്യങ്ങളുള്ള സുദീർഘമായ ഒരു അധ്യായമാണ് ഇതും. 4-ാം അധ്യായം പോലെ തന്നെ സുദീർഘമായ ഒരു അധ്യായമാണ്. 4-ാം അധ്യായത്തില് 54 വചനങ്ങളാണ്. ഇതില് 47 വചനങ്ങളുള്ള സുദീർഘമായ ഒരു അധ്യായമാണിത്. ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഒരു കാര്യം ആദ്യമേ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. മറ്റു 3 സുവിശേഷകന്മാരും യോഹന്നാൻ എന്ന സുവിശേഷകാരനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മറ്റു സുവിശേഷകന്മാരെല്ലാവരും യേശു ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് ആ അത്ഭുതങ്ങൾ പറഞ്ഞേച്ചങ്ങ് പോവുകയാണ്. അത് പറയുക, അവിടുന്ന് പിന്നെ വേറൊരു വിഷയത്തിലേക്ക് അങ്ങ് പോവുകയാണ്. വേറെ അത്ഭുതത്തിലേക്കോ വേറെ സംഭവങ്ങളോ വിശദീകരിക്കുക. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത വളരെ സവിശേഷമാണ്. അത് എന്താ? കർത്താവ് ചെയ്ത ഓരോ അടയാളങ്ങളും പറഞ്ഞതിന് ശേഷം അതിനെ തുടർന്ന് സുദീർഘമായ ഒരു വിശദീകരണമാണ്. ദീർഘമായി അതേ തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ, അതിന് കർത്താവ് നൽകുന്ന പ്രതികരണം ഇതല്ല. നിങ്ങൾ നോക്കിക്കോ, ഓരോ കാര്യങ്ങളും നോക്കിക്കൊള്ളുക. ഈ 4-ാം അധ്യായത്തിൽ തന്നെ ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം സുദീർഘമായൊരു സംഭാഷണമാണ്. ഓരോന്നിനും ഒരു വിഷയം പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞിട്ട് യോഹന്നാൻ അങ്ങ് പോവുകയല്ല. അത് വിശദമായിട്ട് വ്യക്തമാക്കുകയാണ് തൻ്റെ സുവിശേഷത്തിൽ താൻ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തിന് 6-ാം അധ്യായത്തിൽ നോക്കുക. ഒരു സംഭവം ഉദാഹരണമായിട്ട് പറയാം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. നമ്മളെ പഠന സൗകര്യത്തിന് അങ്ങനെയാണല്ലോ പറയുന്നത്. ആ അടയാളം കർത്താവ് ചെയ്തു. മറ്റു സുവിശേഷകന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. യേശു ചെയ്ത ആ അടയാളം മറ്റു സുവിശേഷകന്മാരും പറഞ്ഞിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിപ്പിച്ചു. അത് പറഞ്ഞിട്ട് അവര് വേറെ വിഷയത്തിലേക്ക് പോയി. എന്നാൽ ആ 6-ാം അധ്യായത്തിലെ വിഷയം മൊത്തം നിങ്ങൾ നോക്കിക്കേ, എന്താ? അപ്പമാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഒരപ്പം തിന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അപ്പം തിന്നു, അവര് മരിച്ചുപോയി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നോക്കണം, ദീർഘമായ ഒരു പ്രഭാഷണമാണ് കർത്താവ് അവിടെ നടത്തുന്നത്. ഒരു വലിയ പ്രഭാഷണം എന്നല്ല, ഒരു വലിയ ക്ലാസ് ആണ്, ഒരു വലിയ പഠനമാണ്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു സവിശേഷത. ഇനി അത്ഭുതം ചെയ്തു അല്ലെങ്കിൽ അടയാളം ചെയ്തു. ആ അടയാളം ചെയ്തിട്ട് കർത്താവ് യോഹന്നാൻ അടയാളം ചെയ്ത കാര്യം പറഞ്ഞിട്ട് വേറെ വിഷയത്തിലേക്ക് പോവല്ല. 9-ാം അധ്യായത്തിൽ നോക്കുക. കർത്താവ് ഒരു പിറവി കുരുടനെ സൗഖ്യമാക്കി. പിന്നീട് ആ അധ്യായം മുഴുവനും ആ പിറവി കുരുടനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് യോഹന്നാന്റെ ഒരു ശൈലി. ഒരു സംഭവം പറഞ്ഞിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് മറ്റൊന്നിലേക്ക് ചാടിപ്പോവുകയല്ല. ആ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നുള്ള ആത്മീക പാഠങ്ങൾ, അതിൽ നിന്നുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ, വിശദീകരണങ്ങൾ നൽകുന്ന ഒരു പ്രകൃതിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ വിഷയം, ഓരോ അധ്യായവും നിങ്ങൾ എടുത്തോളുക. അതെല്ലാം തന്നെ 21 വരെയുള്ള അധ്യായങ്ങൾ, ഞാനിപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞ്
സമയം നീട്ടാൻ സാധിക്കുകയില്ല. ഇവിടെയെല്ലാം കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ അത്ഭുതങ്ങളാകട്ടെ അഥവാ അടയാളങ്ങളാകട്ടെ, തൻ്റെ വാക്കുകളാകട്ടെ, കേൾക്കുന്നവരോ അനുഭവിക്കുന്നവരോ എല്ലാവരും വിശ്വസിക്കുക, അവരിൽ വിശ്വാസമുള്ളവാക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശുശ്രൂഷ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ജനം അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്യാൻ പാടില്ല. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം കർത്താവിൽ ജനം വിശ്വസിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെയും ലക്ഷ്യം. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഞാൻ ഈ പറഞ്ഞ ബേസിൽ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ, ഈ 5-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ഈ 5-ാം അധ്യായത്തിൽ ഇപ്പൊ നാടൻ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് ട്വിസ്റ്റ് എന്നുള്ള വാക്ക്. ഒരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ട്, അത് ഞാൻ വ്യക്തമാക്കാം. 1-2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-2 അധ്യായങ്ങളിൽ കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? തൻ്റെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്, അതിനുള്ള കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് പറയുന്നതാകട്ടെ, 2-ാം അധ്യായത്തിൽ കാനായിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതാകട്ടെ, എല്ലാം കർത്താവിന്റെ ഉദ്ദേശം എന്താ? തൻ്റെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കണം. 1-2 അധ്യായങ്ങളിൽ അതാണ് ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. 3-ാം അധ്യായത്തിലേക്ക് വരിക. 3-ാം അധ്യായത്തിലെ കർത്താവിന്റെ ലക്ഷ്യം എന്താണെന്നറിയാം? ഒരു മനുഷ്യൻ കർത്താവിൽ വിശ്വസിക്കും. ആ മനുഷ്യൻ ആരാണ്? നിക്കോദെമാസ്. നിക്കോദെമാസ് കർത്താവിൽ വിശ്വസിക്കണം. ഒരു വ്യക്തി കർത്താവിൽ വിശ്വസിക്കും. 1, ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിക്കും. 2, നിക്കോദെമാസ് എന്ന ആ വ്യക്തി കർത്താവിൽ വിശ്വസിച്ചു വീണ്ടും ജന്മം പ്രാപിക്കും. അതാണ് 3-ാം അധ്യായത്തിലെ വിഷയം. 4-ാം അധ്യായത്തിൽ നോക്കിയേ, ഒരു സ്ത്രീ, അവിടെ പേര് പറഞ്ഞിട്ടില്ല, ശമരിയക്കാരി, ശമരിയ സ്ത്രീ, അവളെ യേശുവിൽ വിശ്വസിക്കണം. അതായിരുന്നു യേശു ക്രിസ്തുവിന്റെ ലക്ഷ്യം. അവൾ മാത്രമല്ല, ശമരിയർ കർത്താവിൽ വിശ്വസിക്കണം. കർത്താവിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ കർത്താവിന്റെ ലക്ഷ്യം എന്താണ്? ഒരു സ്ത്രീ കർത്താവിൽ വിശ്വസിക്കണം. അവൾ മുഖാന്തരം ആ പട്ടണ നിവാസികൾ യേശു കർത്താവിൽ വിശ്വസിക്കും. ഇനിയും 4-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വന്നേ, രാജഭൃത്യൻ, അവനിൽ വിശ്വാസം കർത്താവ് ഉണ്ടാക്കി. അവനിൽ കർത്താവ് വിശ്വാസം ഉൽപ്പാദിപ്പിച്ചു. മാത്രമല്ല, അവൻ വഴി അവന്റെ മകന്റെ സൗഖ്യത്തിലൂടെ അവന്റെ കുടുംബമെല്ലാം കർത്താവിൽ വിശ്വസിക്കാൻ കർത്താവ് അവസരം ഉണ്ടാക്കുകയാണ്. നമ്മൾ മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അവന്റെ കുടുംബമൊക്കെയും വിശ്വസിച്ചു. 4-ാം അധ്യായത്തിൽ അതാണ്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വരെ വിശ്വസിക്കുകയാണ്. ഒരു പ്രശ്നവും, കാര്യമായ യാതൊരു പ്രശ്നവും ആരിൽ നിന്നും ഉണ്ടാകുന്നില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ 5-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ അവിടെ സംഭവത്തിനൊരു മാറ്റം ഉണ്ടാകുകയാണ്, കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുകയാണ്. എന്താ? കർത്താവ് ബെഥെസ്ദ കുളക്കരയിൽ 38 ആണ്ടായി രോഗിയായി കിടക്കുന്ന ആ മനുഷ്യന് സൗഖ്യം കൊടുത്തു. ശ്രദ്ധിക്കണേ, നീ ഞാൻ പറയുന്ന കാര്യം. കർത്താവ് അവന് സൗഖ്യം കൊടുത്തത് ശബത്ത് നാളിലാണ്. ശബത്തിൽ സൗഖ്യം നൽകി. അതാണ് അവിടെ പ്രശ്നമായത്.
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ചെയ്ത അടയാളവും കർത്താവ് പറഞ്ഞ വാക്കുകളും അവർ വിശ്വസിക്കുന്നതിന് പകരം, യഹൂദന്മാർ വിശ്വസിക്കുന്നതിന് പകരം യേശു കർത്താവിനോടുള്ള വിദ്വേഷം അവിടെ ആരംഭിക്കുക. ശ്രദ്ധിക്കണേ കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരെ ഈ 4-ാം അധ്യായത്തിന്റെ അവസാനം വരെ യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങളാകട്ടെ, കർത്താവ് പറഞ്ഞ വാക്കുകളാകട്ടെ കേട്ടിട്ട് കാര്യമായി യാതൊരു വിധമായ വിരോധമോ വിദ്വേഷമോ ആർക്കും ഉണ്ടാകുന്നില്ല. അവര് വിശ്വസിക്കുകയാണ്, കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോരുക. എന്നാൽ 5-ാം അധ്യായം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സംഗതി മാറുകയാണ്. ഇതാണ് ഞാൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ വാക്കുകളാകട്ടെ, കർത്താവ് ചെയ്ത നല്ല കാര്യം, ശബത്തിലാകട്ടെ ഏത് ദിവസമാകട്ടെ, ഒരാൾക്ക് സൗഖ്യം നൽകിയതല്ലേ, അതിനെ അഭിനന്ദിക്കുകയോ അത് വിശ്വസിക്കുകയോ അല്ല, അവിടെ മുതൽ കർത്താവിനോടുള്ള വിദ്വേഷം തുടങ്ങുക, കർത്താവിനോടുള്ള വിരോധം ആരംഭിക്കുകയാണ്, കർത്താവിനെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങുക, വെറുക്കുവാൻ തുടങ്ങുക. കേൾക്കണേ, ഇവിടം മുതൽ കർത്താവിന്റെ ക്രൂശീകരണം വരെ തുടർന്നുള്ള സംഭവങ്ങൾ മുഴുവൻ വിവാദപരമാക്കുകയാണ് ചെയ്തത്. അവർ വിശ്വസിക്കുകയല്ല ചെയ്തത്. അതാണ് ഈ 5-ാം അധ്യായം മുതലുള്ള ഭാഗത്ത് നമ്മൾ കാണുന്ന ട്വിസ്റ്റ്. ഇതാണ്. തുടർന്ന് കർത്താവിനോട് ഏറ്റുമുട്ടാനാണ് യഹൂദന്മാരും മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും തയ്യാറാകുന്നത്. കർത്താവിന്റെ വാക്കുകളെ അംഗീകരിക്കാനല്ല അവര് തയ്യാറാകുന്നത്. ഇവിടം മുതൽ സംഗതികൾ മാറുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അധ്യായം നമുക്കൊന്ന്, ഈ 5-ാം അധ്യായം ഒന്ന് വിഭജിച്ചു വയ്ക്കാൻ ശ്രമിക്കാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ മനുഷ്യന് കൊടുക്കുന്ന സൗഖ്യമാണ്, വിടുതലാണ്. അതിങ്ങനെ പറയാം, ബെഥേസ്ദ കുളക്കരയിൽ കിടന്ന പക്ഷവാത രോഗിയോ, പക്ഷവാത രോഗി എന്ന് പറയുന്നതിനേക്കാൾ ശരി, പക്ഷവാത രോഗി എന്ന് പറഞ്ഞ ഒരു വശം തളർന്നവനാണ് പക്ഷവാതം. ഇത് തളർവാത രോഗിയാണ്. ഇവന് കർത്താവായ യേശു ക്രിസ്തു ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സൗഖ്യമാണ്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യന്റെ സാക്ഷ്യമാണ്. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യന്റെ സാക്ഷ്യവും അതിനോടുള്ള യഹൂദന്മാരുടെ ഈവിൾ ഇന്റൻഷൻ, തെറ്റായിട്ടുള്ള തിന്മയായ ദുഷ്ടത നിറഞ്ഞ അവരുടെ മനോഭാവം, ആ മനുഷ്യന് കൊടുത്ത സൗഖ്യത്തോടെ യഹൂദന്മാർ പ്രതികരിച്ച ഏറ്റവും ദോഷകരമായ അവരുടെ മനോഭാവത്തിലെ പ്രതികരണമാണ് 10 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണും. മൂന്നാമത് 19 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ 19 മുതൽ 47 വരെയുള്ള വചനങ്ങളിൽ ഇതേ തുടർന്നുള്ള കർത്താവിന്റെ ദീർഘമായ പ്രഭാഷണമാണ്. ഏത്? 19 മുതൽ 47 വരെയുള്ള വചനങ്ങൾ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഈ അധ്യായത്തെ നമ്മൾക്ക് വിഭജിച്ച് പഠിക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ മനുഷ്യന് കൊടുക്കുന്ന സൗഖ്യമാണ്. രണ്ടാമത് 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യന്റെ സാക്ഷ്യവും അതിനോടുള്ള യഹൂദന്മാരുടെ
ദോഷകരമായ പ്രതികരണവുമാണ്, തിന്മ നിറഞ്ഞ പ്രതികരണവുമാണ് 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 19 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ ഇതോട് ബന്ധപ്പെട്ട, ഇതിനോടനുബന്ധമായി, ഈ അടയാളത്തോടനുബന്ധമായി കർത്താവ് ചെയ്യുന്ന ദീർഘമായ പ്രഭാഷണമാണ്. ഇതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ സുപ്രധാനമായ ചില അനിഷേധ്യമായ ആത്മീക സത്യങ്ങൾ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. അത് പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ പ്രാധാന്യം, അത് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് അത് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇനി നമ്മൾക്ക് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താനായിട്ട് ശ്രമിക്കാം. എന്താ ഈ പക്ഷവാത രോഗിക്ക് കർത്താവ് നൽകുന്ന സൗഖ്യമാണ്. ഈ ഭാഗം ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് നോക്കണം. ഈ സന്ദർഭം ഞാനൊന്ന് പറയാം. യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് ചെല്ലുകയാണ്. ആ യെരുശലേമിൽ അത് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ പറയാം. അവിടെ ആട്ടുവാതിൽ എന്ന് പറഞ്ഞ ഒരു വാതിലുണ്ടായിരുന്നു. അത് നമ്മൾക്ക് ചിന്തിക്കാം. അവിടെ ബെഥെസ്ദ എന്ന ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ, ബെഥെസ്ദ എന്ന് പേരുള്ള, എബ്രായ പേരുള്ള ആ കുളത്തിന് അതിനോട് ചേർന്ന 5 മണ്ഡപങ്ങളുണ്ട്. 5 മണ്ഡപങ്ങൾ എന്ന് പറയും. മണ്ഡപം എന്ന് പറഞ്ഞ പോർച്ച് ആണ് ഇംഗ്ലീഷിൽ. അത് ആളുകൾക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ കഴിയുന്ന സ്ഥലമാണ് ഈ മണ്ഡപം. 5 മണ്ഡപങ്ങളുണ്ട് ഈ കുളത്തോട് ചേർന്ന്. 5 മണ്ഡപങ്ങൾ. എന്തിനാണ് 5 മണ്ഡപങ്ങൾ എന്നറിയാമോ? ആ 5 മണ്ഡപങ്ങൾ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ കുളത്തിൽ ഒരു ദൂതൻ ഇറങ്ങി ആ കുളത്തിലെ വെള്ളം ഇങ്ങനെ കലക്കുമെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ ട്രബിൾ ചെയ്യും. ആ വെള്ളം ദൂതൻ ഇറങ്ങി ഇങ്ങനെ ഇളക്കും. ആ സമയത്ത് ആദ്യം ഇറങ്ങുന്നയാൾ, ഈ 5 മണ്ഡപങ്ങളിൽ രോഗികളായി കിടക്കുന്നവരാണ് ഇവർ. 5 മണ്ഡപങ്ങളിൽ കിടക്കുന്നത് വ്യത്യസ്ത രോഗികളാണ്, ബലഹീനരാണ്. ആരാദ്യം ഈ കുളത്തിൽ ഇറങ്ങുന്നോ, ഈ ദൂതൻ വന്ന് ഈ കുളത്തിലെ വെള്ളം ഇളക്കുമ്പോൾ ആര് ആദ്യം ഇറങ്ങുന്നോ അവന് സൗഖ്യം വരും. ഇങ്ങനെ സൗഖ്യം പ്രതീക്ഷിച്ച് അവിടെ ആ കുളക്കരയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ അടുക്കൽ കർത്താവ് ചെല്ലുകയാണ്. കർത്താവ് അവന്റെ സ്ഥിതി അറിഞ്ഞിട്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ ആ മനസ്സുണ്ടോ ഇല്ലയോ എന്നല്ല പറയുന്നത്. എനിക്ക് ആരുമില്ല, എന്നെ കുളത്തിലെ ദൂതൻ വന്ന് ഈ കുളത്തിലെ വെള്ളം ഇളക്കുമ്പോൾ എന്നെ ഇതിനകത്താക്കാൻ ആരുമില്ല എന്ന് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് അവനോട് തുടർന്ന് പറയുന്നത്, നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ് കർത്താവ് അവനെ സൗഖ്യമാക്കുന്നു. 9-ാം വാക്യം, അതിന്റെ കൺക്ലൂഷൻ. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഇതാണ് ഈ സംഭവം. ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഇതാണ്. ഇതൊന്നും പറയാതെ വാക്യം വായിച്ച് പറഞ്ഞു പോകുന്നത് അത് ശരിയാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ആദ്യമൊന്ന് പറയാൻ ശ്രമിച്ചത്. ഇതിൽ നമ്മൾക്ക് 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. എന്താ? യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. കേൾക്കണേ, ബൈബിളിലോട്ട് നോക്കണേ ദയവ് ചെയ്ത്. 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യം നമ്മൾ വചനം നോക്കിയാൽ യേശു ക്രിസ്തു എവിടെയായിരുന്നെന്നറിയാം. എവിടെയാ?
ഗലീലയിലെ കാനായില്. യേശു ക്രിസ്തു ഗലീലയിൽ കാനായിലാണെന്ന് നിൽക്കുന്നത്. ഇസ്രായേൽ രാജ്യത്തിന്റെ വടക്കേ ഭാഗത്താണ് യേശു കർത്താവ് നിൽക്കുന്നത്. ആ കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഗലീലയിലായിരുന്ന, കാനായിലായിരുന്ന കർത്താവ് ഇനി 1:5 ഗലീലയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിലേക്ക് വരുന്ന രംഗമാണ്. അടുത്ത കർത്താവിന്റെ പ്രവൃത്തി നടക്കുന്നത് യെരൂശലേമിലാണ്, യഹൂദയിലെ യെരൂശലേമിലാണ്. നോക്കണം, അവിടെ ഇംഗ്ലീഷിലെ വചനം ഒന്ന്, ബൈലിംഗൽ ബൈബിൾ ഉള്ളവർ ഒന്ന് നോക്കണേ. അവിടെ എഴുതിയിരിക്കുന്ന ജീസസ് വെന്റ് അപ്പ് ടു ജെറുസലേം എന്ന. ജെറുസലേമിലേക്ക് പോയി എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കണ്ടോ എങ്ങനെയാ? വെന്റ് അപ്പ് ടു ജെറുസലേം. അപ്പോൾ ഗലീലയിലെ കാനായിൽ നിന്ന് യെരൂശലേമിലേക്ക് ഒരു കയറ്റം കയറിയാണ് പോകുന്നത്. വെന്റ് അപ്പ്, ഉയരത്തിലേക്കുള്ള ഒരു സ്ഥലമാണ്. ഈ ഗലീലയിൽ നിന്ന് ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്, ഭൂപ്രദേശമാണ് യെരൂശലേം. കുറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 50-നും 80-നും ഇടയ്ക്ക് മൈൽ ദൂരമുണ്ട്. ഈ സ്ഥലത്തെത്താൻ 50-നും 80-നും ഇടയ്ക്ക് മൈൽ ദൂരമുള്ള ഒരു സ്ഥലമാണ്. ആ ഭാഗമൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ദൂരമുണ്ട് ഗലീലയിൽ നിന്ന് എവിടെ? യെരൂശലേമിലേക്ക് ചെല്ലാനായിട്ട് നല്ല ദൂരമുണ്ട്. അവിടെ കർത്താവ് പോവുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് പോകുന്നത്? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. എന്താ? യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട്, അപ്പോൾ യഹൂദന്മാരുടെ മര്യാദകൾ അനുസരിക്കുന്നവരായിരുന്നു കർത്താവ്. കാരണം യേശു ക്രിസ്തുവിനെ യഹൂദനായിരുന്നത് കൊണ്ട് യഹൂദ മര്യാദ പ്രകാരമാണ് കർത്താവ് ജീവിച്ചത്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായതുകൊണ്ട് കർത്താവ് ഇവിടെ നിന്ന്, ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകുന്നു. വേറൊരു കാര്യം ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, യഹൂദന്മാരുടെ ഒരു ഉത്സവം എന്നാ പറയുന്നത്. തിരുവഴുത്ത് ഞാൻ നേരത്തെ ഈ ഉത്സവങ്ങളെ കുറിച്ച് ചെറിയ സൂചന, ഒരു കൊച്ചു പഠനം ഞാൻ പറഞ്ഞിട്ടുണ്ട് 2-ാം അധ്യായം പഠിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം നോക്കി. ആ 1-ാം വാക്യത്തില് ഇൻവെർട്ടഡ് കോമാസിൽ കൊടുക്കേണ്ട ഒരു പ്രയോഗം, യഹൂദന്മാരുടെ ഉത്സവം. ദൈവം നൽകിയത് യഹൂദന്മാരുടെ ഉത്സവം അല്ല. ദൈവം നൽകിയത് കേട്ടോ, ദൈവം നൽകിയത് യഹോവയുടെ ഉത്സവങ്ങളാണ്. ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 23-ാം അധ്യായത്തിൽ യഹോവയുടെ ഉത്സവങ്ങളാണ്. യഹോവയുടെ ഉത്സവങ്ങൾ ഇപ്പോൾ ആരുടേതായി മാറി? യഹൂദന്മാരുടേതായി മാറി. കാലക്രമത്തിൽ സംഭവിക്കുന്ന പരിണാമമാണ്, ഓരോ ആത്മീക സത്യങ്ങൾക്കും സംഭവിക്കുന്ന പരിണാമമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വകയായിരുന്നത്, ദൈവത്തിൻ്റെതെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ആരുടേതായി? യഹൂദന്മാരുടെ ഉത്സവമായി. ഇനി മറ്റൊരു കാര്യം കൂടെ ഈ വചനത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ പോകാൻ പറ്റുള്ളൂ, പഠിച്ചേ പോകാൻ പറ്റും. ഈ ഉത്സവം ഏതായിരുന്നു എന്നിവിടെ പറഞ്ഞിട്ടില്ല. യഹൂദന്മാരുടെ ഒരു ഉത്സവമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവം അവർക്ക് നൽകിയിട്ടുള്ളത് 7 ഉത്സവങ്ങളാണ്. ആ 7 ഉത്സവങ്ങളിൽ ഏതാണ് ഇതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് 3 അഭിപ്രായങ്ങളുണ്ട്. ഇത് ഏത് പെരുന്നാളായിരുന്നു, ഏത് ഉത്സവമായിരുന്നു എന്നുള്ളതിന് 3 വ്യത്യസ്തമായ അഭിപ്രായം. ഒന്നാമത്തെ അഭിപ്രായം, ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും.
ഒന്നാമത്തെ അഭിപ്രായം ഇത് പുരീം പെരുന്നാളായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഇനിയും ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യം നൽകി മനസ്സിൽ വെച്ചോ. ഈ പുരീം പെരുന്നാൾ എന്ന ഒരു ഉത്സവം ദൈവം യഹൂദന്മാർക്ക് നൽകിയിട്ടില്ല. അത് ദൈവം നൽകിയ ഉത്സവം അല്ല. കണ്ടോ, ഇത് ദൈവം നൽകിയ ഉത്സവമല്ല. ഞാൻ ഈ പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇത് ദൈവം നൽകിയതല്ല. ഇതേതാണെന്നറിയാമോ? എസ്തേറിന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തിലാണ് ഈ പുരീം പെരുന്നാളിന്റെ ആവിർഭാവം അഥവാ ഉത്ഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരെ കൊന്നുകളവാൻ ഹാമാൻ നടത്തിയ ഉപായത്തിൽ നിന്ന് ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ഉപവാസവും നിമിത്തം അവർക്ക് ലഭിച്ച വലിയ വിമോചനം. യഹൂദന്മാരുടെ ഇടയിൽ അന്ന് ഹിന്ദുദേശം വരെയുള്ള സ്ഥലമാണെന്ന് ആ രാജ്യത്തിന്റെ അതിർത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് യഹൂദന്മാർക്ക് അഥവാ ഇസ്രായേൽ ജനത്തിന് യഹൂദന്മാർക്ക് ലഭിച്ച വലിയ വിമോചനം. കാരണം രാജകൽപ്പന വന്നത് യഹൂദന്മാരെ മുഴുവനും കൊന്നുകളയാനാണ്. എന്നാൽ ആ കൽപ്പന, ആ രാജകീയ വിളംബരം ദൈവം ഇടപെട്ട് ദൈവിക പ്രവൃത്തിയാൽ ദൈവത്തിന്റെ ഇടപെടലില്ല ആ വലിയ വിലാപം ഇസ്രായേൽ ജനത്തിന്റെ ശവശരീരങ്ങൾ കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹാമാനും കൂട്ടർക്കും ഹാമാനെ കഴുകുമരത്തിൽ കൊന്നുകളഞ്ഞു. ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജനത്തിന് വലിയ വിമോചനം ഉണ്ടായി. അതെന്ത് എന്നറിയാമോ? ഇവർ അങ്ങ് ആഘോഷിച്ചു. ആ ആഘോഷമാണ് പുരീം പെരുന്നാളായി അവർ വർഷാവർഷം തുടർന്ന്. എന്നാൽ എസ്തേറിന്റെ കാലം മുതൽ ആണ് ആ ഉത്സവം ഇടം നേടുന്നത്. ഇത് ദൈവം പറഞ്ഞതോ ദൈവം കൽപ്പിച്ചു നൽകിയതോ അല്ല. അവരുടെ സന്തോഷ നിമിത്തം അവർ ആഘോഷിച്ചു വന്ന ഒരു ഉത്സവമാണ് ഇത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെച്ചോണം. അപ്പോൾ ഈ യഹൂദന്മാരുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഉത്സവം ഈ പുരീം പെരുന്നാളാണ് എന്നാണ് ഒരു പറ്റം സ്കോളേഴ്സ്, വേദ പണ്ഡിതന്മാർ, വിജ്ഞാനികൾ പറയുന്നു. രണ്ടാമത് ഉള്ള അഭിപ്രായം, ഈ ഉത്സവം കൂടാര പെരുന്നാൾ ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിശ്വാസം. ചിലർ അത് പറയുന്നത് ഇത് കൂടാര പെരുന്നാൾ ആയിരുന്നു എന്നാണ്. ഈ കൂടാര പെരുന്നാളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിൽ എത്തി വരുമ്പോൾ അവർ കൂടാരങ്ങളിലാണ് പാർത്തിരുന്നത്. ആ കൂടാരങ്ങളിൽ പാർത്തതിന്റെ ഓർമ്മ അവർ വർഷാവർഷം പുതുക്കാൻ വേണ്ടി ആ സമയമാകുമ്പോൾ ദൈവം നൽകിയ ആ പ്രമാണമനുസരിച്ചുള്ള ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്ത നിയതമായ ആ സമയത്ത് 7 ദിവസം അവർ കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ പാർക്കണമായിരുന്നു. അതാണ് കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ അഭിപ്രായം, അത് എനിക്ക് ഒട്ടുമേ അംഗീകരിക്കാൻ സാധിക്കാത്ത, ഒട്ടുമേ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായമാണ്. ഇത് പെസഹ പെരുന്നാളായിരുന്നു എന്നും അഭിപ്രായം. അപ്പോൾ ഒന്ന് പുരീം പെരുന്നാളായിരുന്നു എന്നും, 2 കൂടാര പെരുന്നാളായിരുന്നു എന്നും, 3 ഈ ഉത്സവം സാക്ഷാൽ പെസഹ പെരുന്നാളായിരുന്നു എന്നും 3 തരം വ്യാഖ്യാനങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ
ഇത് പെസഹ പെരുന്നാൾ ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കാരണം 6-ാം അധ്യായത്തിലേക്ക് വന്നാല് 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കുക. 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? എന്താ? യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അപ്പോൾ ഈ 5-ാം അധ്യായത്തില് ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പെസഹ പെരുന്നാൾ വരിക എന്ന് പറയുന്നത് അത് ലോജിക്കൽ, നമ്മുടെ യുക്തിക്ക് ചേർന്ന ഒരു കാര്യം അല്ല. അപ്പോൾ ഈ 5-ാം അധ്യായത്തിൽ പറയുന്ന യഹൂദന്മാരുടെ പെരുന്നാൾ പെസഹ പെരുന്നാൾ ആയിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നതാണ് കൂടുതൽ ശരി. നമ്മൾ 2-ാം അധ്യായം പഠിച്ചപ്പോൾ, എന്നാൽ ഇവിടെ നമ്മൾ ഈ കാര്യം ചിന്തിച്ചപ്പോൾ പറയാതിരിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഈ ഉത്സവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയണമല്ലോ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് സംബന്ധിച്ച 3 പെസഹ പെരുന്നാളുകളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് സംബന്ധിച്ച 3 പെസഹ പെരുന്നാളുകളുണ്ട്. അതിലൊന്ന് 2-ാം അധ്യായത്തിലാണ്, 13-ാം വാക്യത്തിലാണ്. 2:13 മുതലുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തത് 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. യേശു കർത്താവ് സംബന്ധിച്ച 2-ാമത്തെ പെസഹ, തൻ്റെ ഈ കർത്താവ് സംബന്ധിച്ച 2-ാമത്തെ പെസഹ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞ് കർത്താവ് സംബന്ധിക്കുന്ന 2-ാമത്തെ പെസഹ പെരുന്നാൾ 6/4. അവസാനത്തെ പെസഹ പെരുന്നാൾ, ആ പെസഹ പെരുന്നാൾ കഴിഞ്ഞ്, അഥവാ കഴിഞ്ഞല്ല, ആ പെസഹ പെരുന്നാളിനോട് ചേർന്ന് കർത്താവ് മരിക്കുക, കർത്താവിന്റെ ക്രൂശീകരണം സംഭവിക്കുക. അത് 11-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ, 11:55, ഇതാ യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കുകയാൽ. അപ്പോൾ യേശു ക്രിസ്തു സംബന്ധിക്കുന്ന പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ സംബന്ധിക്കുന്ന 3-ാമത്തതും അവസാനത്തേതുമായ പെസഹ 11-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇതോട് ചേർത്തൊരു വസ്തുത പറയട്ടെ. ഈ പെസഹയിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിക്കുകയും ആ പെസഹയെ തുടർന്ന് കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിനെ തുടർന്ന് കർത്താവ് ക്രൂശീകരിക്കപ്പെടുകയുമാണ്. കർത്താവിന്റെ ക്രൂശീകരണം നടക്കുക. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അവിടെ നിവൃത്തിയാകുകയാണ്. 1 കൊരിന്ത്യർ 5:7. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലെ ഒടുവിലത്തെ പെസഹയിൽ യഹൂദന്മാർക്ക് കൊടുത്ത പെസഹ എന്ന പെരുന്നാളിന് എന്നേക്കുമായി ദൈവം തിരശ്ശീലയിടുകയാണ്. പിന്നീട് ആരംഭിച്ച പെസഹ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്നും അനുഭവിക്കുന്ന പെസഹയുടെ അനുഭവമാണ്. വർഷത്തിലൊരിക്കലല്ല. കർത്താവിന് സ്തോത്രം. അപ്പൊ ഇത് ഈ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾക്ക് മടങ്ങി വരാം. ഒരു യഹൂദൻ എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സാഹചര്യത്തിൽ, യേശു ക്രിസ്തു ഒരു യഹൂദനായിരുന്നു. ആ യഹൂദൻ എന്ന കർത്താവിന്റെ ആ സ്ഥാനത്ത് ഒരു യഹൂദൻ അനുഷ്ഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നുവരെ താൻ
പിടിക്കപ്പെട്ടു ക്രൂശീകരിക്കപ്പെടുന്നത് വരെ കർത്താവ് ആ കാര്യം ഒരു യഹൂദൻ എന്ന നിലയിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. 8-ാം നാളിൽ കർത്താവ് പരിച്ഛേദനയേറ്റു. ശബത്ത് തോറും കർത്താവ് പള്ളിയിൽ പോകുമായിരുന്നു. മൂന്നാമത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ ഒരു യഹൂദൻ ആചരിക്കുന്ന പെരുന്നാളുകളിലെല്ലാം ഉത്സവങ്ങളിലെല്ലാം കർത്താവ് സംബന്ധിച്ചു, അവർക്ക് മാതൃകയായി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള പുതുയുഗത്തിന്റെ പ്രാരംഭം അവിടുത്തെ ക്രൂശീകരണത്തിന് ശേഷമാണ്. അതോടുകൂടെ ആ ക്രൂശീകരണത്തോട് കൂടെ നമ്മള് 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വചനമുണ്ട്. ആ വചനം സകലവും നിവൃത്തിയായി. കേട്ടോ, ന്യായപ്രമാണം നിവൃത്തിയായി, ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനങ്ങൾ നിവൃത്തിയായി, ന്യായപ്രമാണത്തിന്റെ ഉത്സവങ്ങൾ നിവൃത്തിയായി, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ മുഖാന്തരം ഇനിയും ആർക്കും വിമോചനമില്ല. സകലതും നിവൃത്തിയായി. അവിടെ മുതൽ പ്രോദ്ഘാടനം ചെയ്യപ്പെടുന്ന പുതിയ നിയമത്തിന്റെ പുതിയ വ്യവസ്ഥ. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ രക്തത്തിൽ പുതിയ നിയമം. യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തം, ആ രക്തച്ചൊരിച്ചിലോടുകൂടെ പുതിയ നിയമം ആരംഭിക്കുകയാണ്. വിശ്വാസത്തിന്റെ പ്രമാണത്തിന്റെ ആരംഭം അവിടെ കുറിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഉത്സവം പ്രമാണിച്ച് കർത്താവ് യെരൂശലേമിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും 2ഉം 3ഉം വാക്യം ഈ സംഭവം, കർത്താവ് ചെയ്യുന്ന ഈ അടയാളത്തിന്റെ ഒരു പശ്ചാത്തല വിവരണമാണ് ഈ 2ഉം 3ഉം വാക്യങ്ങളിൽ ദൈവാത്മാവ് യോഹന്നാൻ മുഖാന്തരം കുറിച്ചു വച്ചിരിക്കുന്നത്. അവിടെ കർത്താവ് എത്തിയപ്പോൾ, യെരൂശലേമിൽ എത്തിയപ്പോൾ, ആ യെരൂശലേമിലെ ഒരു വാതിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ആ വാതിലിന്റെ പേര്? ആട്ടുവാതിൽ എന്നാണ്. ഞാൻ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പഠിക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് ബൈബിളൂടെ ഉപയോഗിക്കുന്നത്. ആ ഇംഗ്ലീഷില് പ്രത്യേകിച്ചും കിങ് ജെയിംസ് വേർഷൻ, പഴയ കിങ് ജെയിംസ് വേർഷനാണ് യഹൂദ തിരുവെഴുത്തുകളോടും പുതിയ നിയമത്തിലെ ഗ്രീക്ക് പുതിയ നിയമത്തോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. കിങ് ജെയിംസ് വേർഷനാണ്. അവിടെ ഈ ആട്ടുവാതിൽ എന്ന് നമ്മുടെ മലയാളം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന 2-ാം വാക്യത്തിൽ യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു എന്നാണ് 3-ാം വാക്യത്തിൽ കാണുന്നത്. അവിടെ ഈ ആട്ടുവാതിൽ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദ ഷീപ്പ് മാർക്കറ്റ് എന്ന. ഷീപ്പ് മാർക്കറ്റാണ്, ആട്ടുവാതിൽ എന്നല്ല, പിന്നെ ഷീപ്പ് മാർക്കറ്റ് എന്ന. ഇനി നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആട്ടുവാതിലും ഈ ഷീപ്പ് മാർക്കറ്റും, ഷീപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആടുകളുടെ കച്ചവടം നടക്കുന്ന വിപണന രംഗം എന്നാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങാടി, ചന്തയാണ്. എന്താണ് അവിടെ വിൽക്കുന്നത്? എന്തിനെയാണെന്നറിയാമോ? ആടിനെയാണ് വിൽക്കുന്നത്. ഇനിയും ഈ ആട്ടുവാതിൽക്കൽ ആടുകളെ വിൽക്കാൻ വച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. നമുക്ക് അവിടോട്ട് വരുന്നതിന് മുമ്പ് ഈ ആട്ടുവാതിലിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈ യെരൂശലേമിന്റെ കിഴക്കു ഭാഗത്തുള്ള വാതിലിന്റെ പേരാണ് ആട്ടുവാതിൽ എന്ന് പറയുന്നത്. യെരൂശലേം എന്ന് പറയുന്ന ആ നഗരം, യെരൂശലേം നഗരം നിലകൊള്ളുന്നത് 12 വാതിലുകൾ, അതിന്റെ 12 ഗോപുരങ്ങൾ എന്ന് പറയും. വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് പുതിയ യെരൂശലേമിന്റെ 12 ഗോപുരം. 12 ഗോപുരങ്ങൾ, 12 വാതിലുകളാണ്.
ഈ യെരൂശലേമിലുണ്ടായിരുന്നു. അതിലൊരു വാതിലാണ് ഈ ആട്ടുവാതിൽ എന്ന് പറയുന്നത്. കേട്ടോ, ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ആട്ടുവാതിൽ, ഈ വാതിലുകൾ രംഗപ്രവേശനം ചെയ്തത്, അഥവാ ഈ വാതിലുകളുടെ ആവിർഭാവം അഥവാ അതിന്റെ ആരംഭം എന്ന് പറയുന്നത് ബാബേൽ പ്രവാസത്തിൽ നിന്ന് 3 സംഘങ്ങളായിട്ടാണ് ബാബേൽ പ്രവാസത്തിൽ നിന്ന് യഹൂദന്മാർ തിരിച്ച് യെരൂശലേമിലേക്ക് വരുന്നത്. അതിലൊന്ന് സെരുബാബേലിന്റെ നേതൃത്വത്തിലാണ്, 2 എസ്രായുടെ നേതൃത്വത്തിലാണ്, 3 നെഹമ്യാവിന്റെ നേതൃത്വത്തിലാണ്. സെരുബാബേൽ, എസ്ര, നെഹമ്യ, ഈ 3 പേരുടെ നേതൃത്വത്തിലാണ് ബാബേൽ പ്രവാസം കഴിഞ്ഞ് യഹൂദജനം, അപ്പോൾ യഹൂദജനം എന്ന് തന്നെ പറയണം, യഹൂദജനം, ഇസ്രായേൽ ജനം എന്നല്ല, യഹൂദജനം, രാജ്യം 2 വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാണിത്. യഹൂദജനം ബാബിലോണിൽ നിന്ന് തിരികെ വരുന്നത്. ബാബിലോണിൽ നിന്ന് തിരികെ വന്ന യഹൂദജനം സെരുബാബേലിന്റെയും എസ്രായുടെയും നേതൃത്വത്തിലാണ്, കേൾക്കണേ, സെരുബാബേലിന്റെയും എസ്രായുടെയും നേതൃത്വത്തിലാണ് ദൈവാലയം പണിതത്. ദൈവാലയം പണിതത് എസ്രായുടെയും സെരുബാബേലിന്റെയും നേതൃത്വത്തിലാണ്. എന്നാൽ യെരൂശലേം നഗരത്തിന്റെ മതില് പണിതത് നെഹമ്യാവാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മളിവരെ 3 പേരെയും കൂടെ കൂട്ടിക്കുഴച്ചൊക്കെയാണ് പലരും ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ല കേട്ടോ, ഇതിൽ നെഹമ്യാവിന്റെ ജോലി എന്ന് പറയുന്നത് യെരൂശലേം മതില് പണിയുക എന്നുള്ളതായിരുന്നു. കാരണം യെരൂശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ദൈവത്തിന്റെ ദാസനായ നെഹമ്യാവിനോട്, നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞു, യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ ചുട്ടും കിടക്കുക. മതിലിടിഞ്ഞു കിടക്കുകയാണ്, അതിന്റെ വാതിലുകൾ ചുട്ടു കിടക്കുകയാണ്. അപ്പോൾ 2 ദൗത്യങ്ങൾ നെഹമ്യാവ് ഏറ്റെടുക്കുകയാണ് അവിടെ വെച്ച്. 1, മതില് പണിയണം, 2, അതിന്റെ വാതിലുകൾ ഭംഗിയായി കൊടുക്കണം. മതിലുകളും വാതിലുകളും പണിയുവാൻ ദൈവം പ്രേരണ നൽകി. ദൈവം യെരൂശലേമിലേക്ക് അയച്ച ദൈവഭൃത്യന്റെ പേരാണ് നെഹമ്യാവ്. ഈ നെഹമ്യാവ് വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ മതില് പണിയുക. ആ മതില് പണിയുന്നതിനോടൊപ്പം ആ മതിലിനോട് ചേർന്ന് വാതിലുകളും പണിയുന്നുണ്ട്. അതിലിവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാതിൽ ഏതാണ്? ആട്ടുവാതിലാണ് ഇവിടെ കാണുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കുക. അവിടെ ഈ വാതിലിന്റെ പണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എടുക്കുന്നവരൊന്ന് വായിക്കാമോ? അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടുവാതിൽ പണിതു. ആട്ടിൻ വാതിൽ പണിതു. ആരാ? മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അപ്പോൾ മഹാപുരോഹിതന്റെ നേതൃത്വത്തിൽ പുരോഹിതന്മാർ പണിതതാണ് ഈ ആട്ടിൻ വാതിൽ. അതിന്റെ പിമ്പിൽ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. കാരണം യാഗമർപ്പിപ്പാൻ നിയമിതരായിരിക്കുന്ന മഹാപുരോഹിതനും പുരോഹിതന്മാരുമാണ് ആട്ടിൻ വാതിൽ പണിയേണ്ടത്. കാരണം അവിടെ കൂടെയാണ് യെരൂശലേം ദൈവാലയത്തിൽ യാഗമർപ്പിക്കേണ്ട ആടുകളെ പ്രവേശിപ്പിക്കുന്നത്. അതുവഴിയാണ്. ഇത് നോക്കുക,
ആ വാക്യം, ആ വചനം അവസാനിക്കുമ്പോൾ ഹമ്മേയ ഗോപുരം വരെയും ഹനനയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. ആ വാതിലുകൾ പണിതു, അത് കഴിഞ്ഞിട്ട് അത് അവർ പ്രതിഷ്ഠിച്ചു. 32 വാക്യം നോക്കുക. 3 അധ്യായത്തിന്റെ 32 വാക്യത്തിൽ കോണിങ്കലെ മാളിക മുറിക്കും മാളിക മുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർന്നു. അപ്പോൾ ഈ വാതിൽ പണിതു, ഗോപുരം പണിതു, അതിന്റെ വാതിൽ റെഡിയാക്കി, ആ വാതിലിന്റെ കതകുകളുടെയും മറ്റും അറ്റകുറ്റം തീർത്ത് പൂർത്തിയാക്കപ്പെട്ടു. 12 അധ്യായത്തിന്റെ 39 വാക്യം അതൊന്ന് നോക്കണേ. 12 അധ്യായത്തിന്റെ 39 വാക്യം. എഫ്രൈം വാതിലിനപ്പുറം പഴയ വാതിലും മീൻ വാതിലും ഹനനേലിന്റെ ഗോപുരവും അമ്മേയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു അവർ കാരാഗ്രഹ വാതിൽ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ ആട്ടിൻ വാതിലിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ട് തുടർന്നു നടക്കുന്ന കാര്യങ്ങളാണ് ഈ 12 അധ്യായത്തിൽ നമ്മൾ കാണും. ഇവിടെ ഒരു വസ്തുത മനസ്സിലാക്കണം. എനിക്ക് സമയമില്ല, മാത്രമല്ല നമ്മുടെ പഠനത്തോട് ചേർത്ത് ഇതെല്ലാം കൂടെ അങ്ങോട്ട് പഠിക്കാൻ പോയാൽ ഈ യുഗത്തിലൊന്നും ഈ യോഹന്നാന്റെ സുവിശേഷ പഠനം തീരത്തില്ല. ഈ 12 വാതിലുമുണ്ടല്ലോ, ഈ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ പണിത ഈ 12 വാതിലുകളും വെളിപ്പെടുത്തുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. വലിയ വലിയ പഠിച്ചാൽ അനന്തമായി പഠിക്കുവാൻ കഴിയുന്ന ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഇവർ പണിത വാതിലുകളുടെ പഠനം മാത്രം. കേട്ടോ, ഈ വാതിലുകളുടെ പഠനം മാത്രം. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുന്നെങ്കിൽ അത് പഠിക്കാൻ ഒന്ന് ശ്രമിച്ചോ. അപ്പോൾ ഈ ആട്ടിൻ വാതിൽ എന്ന് പറയുന്നത് യെരൂശലേമിന്റെ കിഴക്ക് ഭാഗത്തുള്ള വാതിലാണ്. ആ വാതിൽക്കൽ എന്തുണ്ടായിരുന്നു? ഈ വാതിലിനോട് ചേർന്ന് ഒരു ഷീപ്പ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്ന് യെരൂശലേമിൽ ആരാധനയ്ക്കായി വരുന്നവർക്കും അവർ വരുന്ന രാജ്യത്തിൽ നിന്ന് യാഗമൃഗങ്ങളെ കൊണ്ടുവരണ്ട, മറിച്ച് അവർക്ക് ഇഷ്ടമുള്ള യാഗമൃഗങ്ങളെ, വിശിഷ്യ ആടിനെ വാങ്ങി യെരൂശലേം ദൈവാലയത്തിൽ യാഗമർപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ ക്രമീകരിച്ച ഒരു സ്ഥലമാണ് ഈ ഷീപ്പ് മാർക്കറ്റ്. ആട്ടുവാതിലിനോട് ചേർന്ന് തന്നെ അവർ ഈ ആടുകളെ വിപണനം ചെയ്യുന്ന ഒരു അങ്ങാടി, ഒരു ചന്ത, കാലിച്ചന്ത എന്ന് പറയാം, ആ ചന്ത അവിടെ ക്രമീകരിച്ചു. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്, 5 അധ്യായത്തിൽ കാണുന്നത് ആട്ടുവാതിൽ എന്ന് പറയുന്ന ആ വാതിൽ. അതാണ്. ഇനി ഈ ആട്ടുവാതിലിനോട് ചേർന്ന് ഒരു കുളമുണ്ടാകും. ആ കുളത്തിന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? എബ്രായ ഭാഷയിലുള്ള പേരാണ്. യേശു കർത്താവിന്റെ കാലത്തും ആ എബ്രായ നാമത്തിലാണ് ഈ കുളം അറിയപ്പെട്ടത്. ബെഥേസ്ത എന്ന് പേരുള്ള കുളമാണ്. ദൈവത്തിന്റെ വലിയ കൃപയാൽ, മഹാദയ, എനിക്ക് പോയി ആ കുളം കാണാനുള്ള ഭാഗ്യം ദൈവം തന്നു. പക്ഷെ ഇന്ന് ആ കുളത്തിനകത്ത് വെള്ളമൊന്നുമില്ല.
ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇക്കാലത്ത് അവിടെ നടക്കുന്നുമില്ല. അപ്പോൾ ഈ കുളം യെരൂശലേം നഗരത്തിന്റെ ആട്ടുവാതിലിനോട്, ആട് മാർക്കറ്റിനോട് ചേർന്നുള്ള ഒരു കുളമാണ് ഈ ബെഥെസ്ദ എന്ന് പറയുന്ന കുളം. ഇനി 9-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ, വേറെ ഒരു കുളത്തെ കുറിച്ച് അവിടെ പറയുന്നു. 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കുക. 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു ജന്മനാ കുരുടനായിരുന്നു ഒരുത്തൻ. ഒരു പിറവി കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് അവന്റെ കണ്ണിലിച്ച് കർത്താവ് നിലത്തു തുപ്പി ആ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി, കണ്ണിൽ പുരട്ടിയിട്ട് കർത്താവ് പറയാൻ, നോക്കണം, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക. ആ സ്ഥലത്തുള്ള വേറൊരു കുളമായിരുന്നു, ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു കുളമായിരുന്നു ഈ ശീലോഹാം കുളം. ഞാനിനി ഈ രണ്ട് കുളങ്ങളെയും ബന്ധിപ്പിച്ച ഒരു കാര്യം പറയട്ടെ. ശീലോഹാം എന്ന വാക്കിന്റെ അർത്ഥം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അയക്കപ്പെട്ടവൻ എന്നാണ്. വൺ ഹു സെന്റ്, അയക്കപ്പെട്ടവനാണ്. ആര്? അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ് ഇതിനുള്ളത്, ശീലോഹാം കുളത്തിനുള്ളത്. ബെഥെസ്ദ എന്ന ആ പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദ ഹൗസ് ഓഫ് മേഴ്സി എന്ന, കരുണയുടെ ഭവനം എന്ന. ഈ രണ്ട് പേരുകൾ ചേർത്തൊന്ന് നോക്കണം, മനസ്സിലാക്കണം. ഈ കരുണയുടെ ഭവനത്തിലേക്ക് അയക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ഒരു വലിയ ആത്മീക സത്യം നമ്മൾ ഗ്രഹിക്കുക. ഈ ക്ലാസ് മിക്കവാറും തീരാൻ നേരമായി. ഇപ്പോഴായിരിക്കും വാച്ചിലോട്ട് നോക്കിയത്. നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വന്നോണ്ട് നമുക്ക് സമയം ശ്രദ്ധിക്കാൻ നേരം കിട്ടിക്കാണില്ല. അപ്പോ കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിൽ ഈ ആട്ടുവാതിലിനോട് ചേർന്ന്, സ്തോത്രം, ആട്ടുവാതിൽ ദൈവത്തിന്റെ കുഞ്ഞാട് എത്തിയിരിക്കുകയാണ്. എന്തിനാണ്? മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെടാൻ പോകുന്ന ദൈവ കുഞ്ഞാടായ, സാക്ഷാൽ പെസഹ കുഞ്ഞാടായ നമ്മുടെ കർത്താവായ യേശു അവിടെ എത്തിയിരിക്കുകയാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ശീലോഹാം. അയക്കപ്പെട്ട കർത്താവ് ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കരുണയും കാത്തു കിടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ കർത്താവ് നിൽക്കുന്ന അതിമനോഹരമായ രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ? 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ഈ മണ്ഡപത്തിൽ കിടക്കുന്ന ആ ആളുകളുടെ അടുക്കലേക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നിരിക്കുക. 4-ാം വാക്യം കൂടെ പരിഗണിച്ചിട്ട് നമുക്കൊന്ന് വായിച്ചിട്ട് അങ്ങ് ഇന്നത്തെ ക്ലാസ് നിർത്താം. അവിടെ കിടക്കുന്നവരാരാണ്? വ്യാധിക്കാർ, പിന്നെ കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ. ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം, അഥവാ വെള്ളത്തിന്റെ ആ ദൂതൻ വന്ന് ഈ വെള്ളം ഇളക്കുന്നത് നോക്കി, ചലിപ്പിക്കുന്നത് നോക്കി കിടന്നിരുന്നു. സ്തോത്രം. അവരുടെ അടുക്കലേക്ക് യേശു കർത്താവ് വരികയാണ്. കരുണയുള്ള കർത്താവ്. നമ്മള് ഫിസ്ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, കരുണാ സമ്പന്നനായ ദൈവം, കരുണയിൽ സമ്പന്നനായ നമ്മുടെ കർത്താവ് ഈ രോഗികളുടെ അടുക്കലേക്ക്. സ്തോത്രം. ഞാൻ ഒരു വലിയ സത്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവർക്കാർക്കും സ്വന്തമായിട്ട് സ്വയ ബലത്താൽ ഇവർക്കാർക്കും ഈ കുളത്തിൽ ഇറങ്ങാനുള്ള ത്രാണിയില്ല.
പ്രാപ്തിയില്ല. അവരുടെ അടുക്കലേക്ക് യേശു വരിക. ആദ്യം ഇറങ്ങാൻ ന്യായപ്രമാണം പറയുക, നീ ഇറങ്ങിയെങ്കിലേ നിനക്ക് രക്ഷ. അത് ആദ്യം ഇറങ്ങിയെങ്കിലേ പറ്റുള്ളൂ. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ മനുഷ്യനോട് പറയുകയാണ്, നീ ഇറങ്ങ്, ആദ്യം ഇറങ്ങ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ അടുക്കലുണ്ട്, നിനക്ക് ഞാൻ സൗഖ്യം തരും, ഞാൻ നിനക്ക് വിടുതൽ. ബലഹീനനായ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ന്യായപ്രമാണത്തിനോ അതിന്റെ പ്രവൃത്തികൾക്കോ കഴിയാതെ ഇരുന്നപ്പോൾ പിതാവായ ദൈവത്താൽ ഈ കരുണയുടെ ഭവനമാക്കി ഈ ലോകത്തെ മാറ്റി കർത്താവായ യേശു മനുഷ്യവർഗത്തിന്റെ നടുവിലേക്ക് വന്ന സുവിശേഷ വൃത്താന്തമാണ്, സുവിശേഷ ചരിത്രമാണ് ആത്മീയ അർത്ഥത്തിൽ നമ്മൾക്കിവിടെ സാധിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവമായാൽ തുടർ പഠനം നമ്മൾക്ക് നമ്മുടെ ആത്മാവിൽ വലിയ സന്തോഷം നൽകുന്നതായി മാറും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി, വന്ദനം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.